സൂപ്പർ സ്റ്റാർ പിന്നെ അല്ലാണ്ട് ഇവിടുന്ന് ഒരു പോക്കങ്ങ് പോയിട്ട് പിന്നെ കാണുന്ന ഇപ്പോഴാണല്ലോ ബേസിലെ. പിന്നെ ഞാൻ കാണുന്നുണ്ട് എവിടെയാന്നറിയോ, എവിടെ സ്ക്രോൾ ചെയ്ത് പോയാലും അപ്പൊ കാണാം ഓരോ 1 മില്യന്റെ സാധനങ്ങൾ. ഏതില്ലേ ശേഷം ഭയങ്കര ഇതായിട്ടോ സപ്പോർട്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ളത്. പോയി പിറ്റേ ദിവസം മുതൽ വീഡിയോ പക്ഷെ ആക്ച്വലി ഭയങ്കര രീതിയിൽ റീച്ച് ആയി. സ്പെഷ്യലി SKന്റെ വോയിസ് ഒക്കെ ഞാൻ പേഴ്സണലി സെൻഡ് ചെയ്ത് കൊടുത്തപ്പോഴും പറഞ്ഞു കറക്റ്റ് സാധനം. അത് കഴിഞ്ഞിട്ട് ഞാനും നോബിയണ്ണും കൂടെ 1-2 ഷോക്ക് വിളിച്ചായിരുന്നു ഡേറ്റ് ഉണ്ടോന്ന് ചോദിക്കാൻ. ഇല്ലാന്ന് പറഞ്ഞു. അയ്യോ അഖിലേട്ടാ പറ്റില്ല ചേട്ടാ, ആ ഡേറ്റ് ഞാൻ ഇല്ല ചേട്ടാ ബാംഗ്ലൂരാന്നൊക്കെ കൊതിയാവുന്ന അങ്ങനെയൊക്കെ നമുക്ക് ആകെ ആ മാസത്തിൽ ആ ഡേറ്റിന് മാത്രമേ. അതിന് ഇവനില്ലാത്തോണ്ട് ഞങ്ങൾക്ക് ആ പരിപാടി. ശ്രീവിദ്യ പറയാണ് കാശ് ജാസ്തി ചോദിച്ചിട്ടുണ്ടോ, ഇവരോടും ജാസ്തി പറഞ്ഞേട്ടാ. അവൻ ഞങ്ങളുടെ ഷോ വരാന്ന് ഞങ്ങൾ പോകണ്ട ഒരുമിച്ച് ഷോക്ക്. നമ്പർ കൊടുക്കും. നമ്പർ കൊടുക്കും. എടാ ബേസിൽ എടാ നിന്നെ ഒരു സാബു എന്നൊരാൾ വിളിക്കൂടാ. അല്ല ഫോണിലൂടെ സംസാരിക്കുമ്പോഴേ ബേസിൽ എടാ സാബു എന്ന് ഒരാൾ വിളിക്കൂടാ, അപ്പൊ നീ ഒന്ന് കൊടുക്കണോടാ. പിന്നെ ഓബിച്ചേട്ടൻ മാത്രം കുറച്ച് ബേസ് ഉള്ളൂ സംസാരിക്കും. പരിപാടി വീണ്ടും റൂട്ട് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴേ ഞാൻ അറിഞ്ഞു വേറെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഡേറ്റ് ഇല്ല എന്ന് പറയുന്നത് കേൾക്കുന്ന സന്തോഷമാണ്. അതായത് 2025 ഫസ്റ്റ് ഇറങ്ങിയ മൂവിയായിരുന്നു രേഖാചിത്രം എന്ന് പറയുന്നത്. സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. ഞാൻ ഉൾപ്പെടെ പോയി കണ്ടതായിരുന്നു. പക്ഷെ ആ മൂവിയിൽ ഡബ് ചെയ്യാൻ വിളിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഡബ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അത് ആർക്ക് വേണ്ടിയാ ചെയ്തേ? അത് നമ്മുടെ മരിച്ചുപോയ ജോൺ പോൾ സാറിന് വേണ്ടിയായിരുന്നു സൗണ്ട് കൊടുത്തത്. അതായത് ആ ഇൻവെസ്റ്റിഗേഷന്റെ ഇതില് ഇവര് കാണിക്കുന്ന ആ ഫ്രെയിമില് കാണിക്കുമ്പോ സൗണ്ട് ഫുൾ സൗണ്ട് അത് ഞാൻ ഇവിടുന്ന് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് വിളിച്ചു. വിസ്മയ സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ സുബൈർ എന്ന് പറഞ്ഞ ആളെ വിളിച്ചു. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബുജി സുശീലൻ എന്ന് പറഞ്ഞ. അപ്പൊ അങ്ങനെ ഇമിറ്റേറ്റ് ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ചെന്നപ്പം ഏകദേശം ഒരു 20 ദിവസം എടുത്തു അതിലേക്ക് വരാൻ. അത് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഞാൻ സാധാരണ നമ്മള് സിനിമയ്ക്ക് ട്രാക്ക് ഒക്കെ ചെയ്യുമ്പോഴേ ഞാൻ അങ്ങനെയാന്ന് വിചാരിച്ചേ. പക്ഷെ ശരിക്കും സിനിമയ്ക്ക് ആവശ്യമാണെന്ന് പറഞ്ഞപ്പം അങ്ങനെ ട്രൈ ചെയ്ത് പിന്നെ അവസാനം അങ്ങനെ ചെയ്തു. അടിപൊളി. ആ ഒരൊറ്റ വോയിസ് ചെയ്തല്ലോ, അത് വേറെ ക്യാരക്ടേഴ്സിന് വല്ലതും ചെയ്തിരുന്നോ? വേറെ ചെയ്തിട്ടുണ്ട് പക്ഷെ ശരി. എന്നായാലും അടിപൊളിയായിരുന്നു. അപ്പൊ ഇന്ന് ആരെന്ന് പറയണ്ട, ശബ്ദം പറ. വേറെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പറയാൻ പറ്റില്ല. പറയണ്ട. കോഫി ചെയ്ത് കഴിഞ്ഞ് ചോദിക്കാം. എനിക്കാണെങ്കിൽ ഒരാളൊരു കാര്യം പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതറിയണം. നമുക്കറിയാം, നമുക്ക് എന്തായാലും അറിയാം. പക്ഷെ ഇന്നിപ്പോ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ മറ്റേ ജോൺ പോൾ സാറിന്റെ വോയിസ് ഒന്ന് ചെയ്യാം. രേഖാചിത്രത്തിലെ ആ സംഭവം തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ജോൺ പോൾ സാറിന്റെ സാധാരണ നറേറ്റിംഗ് സ്റ്റൈലുണ്ട് സിനിമയുടെ ഒരു സംഭവം. അപ്പൊ അതിനകത്തൊരു കാതോടത്തിലൊരു എപ്പിസോഡ് പറയുന്ന ഒരു സാധനമുണ്ട്. മിഴിയോരമാണെങ്കിൽ കാതോരമുണ്ടാകും. കാതിന്റെ അടിത്തട്ടിൽ വന്ന് മന്ത്രിക്കുന്നത് പ്രണയ മന്ത്രത്തിന് കാതോടു കാതോരം. ഈ കാതിൽ നിന്ന് ആ കാതിലേക്കെന്ന് പറയുന്നതിന് അനുരാഗത്തിന്റെ വളരെ വിചിത്രമായ ശ്രുതിയിലൂടെയുള്ള ഒരു ആലാപനത്തിന്റെ ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചിത്രത്തിന് കാതോട് കാതോരം എന്ന പേരിടുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ആസിഫിക്ക ഭയങ്കര സപ്പോർട്ട്. അപ്പൊ ഞാൻ ആസിഫിക്കയുടെ ലൈവ് വോയിസ് സംസാരിക്കുന്ന ആദ്യമായിട്ടായിരുന്നേ. പക്ഷെ ആസിഫിക്കോട് പറഞ്ഞു, ആസിഫിക്ക ഞാനായിരുന്നു സൗണ്ട്. ആ ഇടൂ അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. ഫുള്ള് സാധാരണ എക്സൈറ്റ്മെന്റ് ഇത് ഞാനത് ഭയങ്കര രസമായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ രമേശ് ചേട്ടനോട് ഞാൻ പറഞ്ഞു, രമേശ് പിഷാരടി ഒരു ഇന്റർവ്യൂവിൽ ഇപ്പൊ പുള്ളിയുടെ പേരറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാനാണ് ചെയ്ത്. എടാ മോനെ എടാ നിന്റെ പേരെനിക്ക് അറിയത്തില്ലായിരുന്നോ, അതുകൊണ്ടാണ് ഞാൻ പറയാതെ. അത് ഞാൻ ചുമ്മാ ഇമിറ്റേറ്റ് ചെയ്തല്ലോ കേട്ടോ. അവര് പറഞ്ഞ സംഭവം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പല സൗണ്ടുകളും കയ്യിലുണ്ടെന്ന് അറിയാം. പക്ഷെ ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ സാധനമായിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. ഇന്ന് നമ്മള് വെറൈറ്റി ആയിട്ട് നമ്മുടെ ഇനി വരാൻ പോകുന്ന മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു ചിത്രമായിരിക്കും എമ്പുരാൻ. എമ്പുരാന്റെ ട്രെയിലറിലെ റിയാക്ഷൻസ് ഓരോ നടന്മാര് ചെയ്ത് എങ്ങനെയായിരിക്കും, ട്രെയിലറിന്റെ റിയാക്ഷൻസ് കണ്ടിട്ടുള്ള അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ട്രെയിലർ ഇവിടെയാണ് ലോഞ്ച് ചെയ്യുന്നത് വിചാരിക്കും. അപ്പൊ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മുതുകാട് സാറിന് ഞാൻ മൈക്ക് കൊടുക്കുക. അപ്പൊ എന്തൊക്കെയായാലും ഒരുപാട് സന്തോഷം. റൈറ്റ്, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കോമഡി മാസ്റ്റേഴ്സിന്റെ മഹനീയമായ വേദിയാണ്. എലിന സുഖമല്ലേ? എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത്, എലിനെ കാണുമ്പോൾ എനിക്ക് മാജിക് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ എലിന, ഒരു ചെറിയൊരു മാജിക് കാണിക്കാം. ഞാൻ കടയിൽ നിന്ന് മേടിച്ച ഒരു 2 അരിയുണ്ടയാണ്. വേറൊന്നുമല്ല, അങ്കിളുടെ കയ്യിൽ 2 അരിയുണ്ടയുണ്ട്. എലിനയ്ക്ക് തരികയാണ്.
ഇതൊരു മാജിക് ആണ്. അതെ. താരം അനുകരിക്കരുത് പ്ലീസ്. ബാക്കി എത്ര ഉണ്ട് അങ്കിളുടെ കയ്യിൽ? ഒരെണ്ണം. ഇത് മാത്രം അങ്കിൾ എന്തിനാ? ഇത് മോളെടുത്തോ. താങ്ക് യു. ഇതാണ് മാജിക്. അലീന ഈ അരിയുണ്ട കുറെ നേരമായിട്ട് എന്റെ കയ്യിലുള്ളത് നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടു. പുതിയോട് കൂടി അടിച്ചു മാറ്റുന്നത് തന്നെയാണ് മാജിക് എന്ന് പറയുന്നത്. നോബി ഇതൊരിക്കലും അനുകരിക്കരുത്. നോബിയുടെ ചിരി കാണുമ്പോൾ അറിയാം ഇതിൽ ഏതോ ഒരു അരിയുണ്ട നോബി നോട്ടം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചോളൂ. Sure. ഈ Thank you. മൈക്ക് ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് നിരവധി വേദികളിൽ എലിനോടൊപ്പം തന്നെ ആങ്കർ ചെയ്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മീര. മീരാനിൽ അറിയില്ലേ? മീരയ്ക്ക് മൈക്ക് കൊടുക്കുകയാണ്. മീരയുടെ വരികയാണ്. ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് തോന്നിയത് എലീന ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ചെറിയൊരു അസൂയ ഉണ്ടെങ്കിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന പല ഷോകളിലും എലീനയാണ് ഇപ്പോൾ കത്തിക്കേറി നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നോബി എന്നെ ഓർക്കുന്നുണ്ടോ? കോമഡി സ്റ്റാർസ് ഒരുമിച്ച് ഒരേ ഫ്ലോറിൽ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്റെ പാത്രത്തിൽ ഏറ്റവും കൂടുതൽ ചോറ് കട്ട് നിന്ന വ്യക്തിയാണ് നോബി. എനിക്ക് സന്തോഷമുള്ളത് ഇന്ന് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മല്ലികാമ. മല്ലികാമയെ വിളിക്കട്ടെ? മല്ലികാമയെ നിറഞ്ഞ കൈയുടെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അമ്മ കയറി വാമ. എന്റെ പൊന്നുമാനെ എന്തുവാ പോലെ? അയ്യോ സത്യം പറഞ്ഞ ടീസ് കണ്ട ട്രെയിലർ കണ്ട നോബി. എന്റെ പൊന്നുമാനെ, എന്റെ പൊന്നു രാജു 3 വർഷമായിട്ട് കഷ്ടപ്പെടും. കണ്ടിട്ട് പോലെ മോളെ 5 ഹെലികോപ്റ്റർ മോളെ. അയ്യോ മോള് കണ്ടോ? ഇത് അരിയുണ്ടാണ് ഞാൻ കഴിക്കും. ഷുഗറാ മോളെ കഴിക്കും. അയ്യോ എന്റെ പൊന്നുമാനെ രാജു ഇവിടെ ഉണ്ട്. രാജു ഓടിക്കോളൂ. ഞാൻ ആക്ച്വലി അമ്മ ഇത് വെറും 10,000 രൂപയ്ക്ക് ചെയ്തൊരു സിനിമയാണ്. ആക്ച്വലി അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തെങ്കിലും ഏറ്റവും കൂടുതൽ ഞാനും ആന്റണി അണ്ണനും ഒരുമിച്ചിരുന്ന് ചെയ്തൊരു സിനിമയാണ്. അപ്പം അണ്ണന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. നമ്മുടെ സ്വന്തം ബേസിൽ ജോസഫ് ഇവിടെ ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ബേസിലാണ്. സത്യം പറഞ്ഞ എന്റെ ഈ ചിരി എനിക്ക് കിട്ടിയത് രാജുവേട്ടനാണ്. രാജുവേട്ടൻ ആട് ജീവിതം കഴിഞ്ഞ ശേഷമാണ് ഈ ചിരി കിട്ടിയത്. സത്യം പറഞ്ഞ ഇത് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് രാജുവേട്ടൻ. എന്റെ പൊന്നുമാനെ ഇതുപോലെ ഞാനും ചിരിച്ച് വലുവിട്ട് വരും. അയ്യോ ആട് ജീവിതത്തില് കണ്ടോ എന്റെ പൊന്നുമോൻ രാജുവിന്റെ അഭിനയം കണ്ടോ? അയ്യോ എന്റെ പൊന്നുമാനെ മോളെ അറിയുന്നത്. അല്ല അത് ആലോചിച്ചപ്പോ എന്നെക്കാളും കൂടുതൽ ദുഃഖമുള്ള മോൾക്ക്. അയ്യോ നമ്മുടെ അശ്വന്ത് ഏറ്റവും കൂടുതൽ റിവ്യൂ പറഞ്ഞ് ഞെട്ടിച്ച് വൈകുന്നുണ്ട്. കൊടുക്കട്ടെ ഓനെ കയറി വേണം പോലെ. ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്. മലയാളത്തിന്റെ എമ്പുരാൻ. ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത് ലാലീസ് കംബാക്ക്. എന്റെ ഡയലോഗ് ഉണ്ട്, ലാലീസ് കംബാക്ക്. ഞാൻ ലൂസിഫർ അല്ല, ലാലേട്ടൻ ഈസ് കംബാക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ എടുത്ത് പറയേണ്ട ഒരുപാട് പെർഫോമൻസ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ പോലെ തന്നെ താടിയുള്ള വേറൊരു ലാലുണ്ട്. ഹലോ സത്യം പറഞ്ഞ ശ്വേത നമസ്കാരം. ലാലാണ് ഒരുപാട് സന്തോഷം. ആ ലാലേട്ട എന്ന് പറഞ്ഞപ്പോ തന്നെ മറ്റേ ലാലേട്ട വിളിക്കുന്ന സ്റ്റൈലാണ്. അല്ല അത് ഞാൻ ലാട്ടാന്നാ വിളിക്കാം. ലാട്ടയോ? സത്യം പറഞ്ഞാൽ ശ്വേതയുടെ ഓരോ വാക്കുകൾ കാണുമ്പോ ഓരോ ദിവസവും മാറ്റങ്ങൾ. അഖിൽ എന്റെ അടുത്ത സിനിമയിൽ അഖിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാജു നന്നായിട്ട് പടയെടുത്തു എന്ന് തോന്നിയ ഒരു സിനിമയാണ് എമ്പുരാൻ. അത് കണ്ടപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഏറ്റവും എടുത്ത് പറയേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ സുരേഷിന് ഞാൻ മൈക്ക് കൊടുക്കാം. ശരിക്കും പറഞ്ഞ തൃശ്ശൂരിന്റെ ഒരു എമ്പുരാനാണ് സുരേഷ്. തൃശ്ശൂരിന്റെ മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരുടെയും എമ്പുരാനാണ്. അതിനെ എന്താ മിണ്ടാതിരിക്കുന്ന? ഇല്ല ഒന്നുമില്ല സാർ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം തോന്നി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മഹനീയ നിമിഷത്തിൽ വളരെ ലാളിത്യത്തോടു കൂടി പാട്ട് പാടുന്ന ഒരു ചെറുപ്പക്കാരന് ഞാൻ മൈക്ക് കൊടുക്കാം. നമ്മുടെ സ്വന്തം ഡബ്സി. സൗണ്ട് കുറക്കരുത്. ഒരുപാട് സ്വന്തം നമ്മുടെ ഈ എമ്പുരാന്റെ ടീച്ചർ കിട്ടപ്പോ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി അല്ലേ. മലർകൊടിയെ സൗണ്ട് കുറക്കരുത്. മലബാർ പോയിട്ടുണ്ടോ? ഇല്ല. ഒരുപാട് സന്തോഷം തോന്നി. എന്റെ സൗണ്ട് അതേപോലെ തന്നെ തോന്നുന്നു. എടേ സൗണ്ട് സംസാരിക്കരുത്, മനസ്സിലായില്ലേ? ഡബ്സിയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി നമ്മുടെ സൗബിക. എന്താണ് നിങ്ങൾ മിണ്ടായിരിക്കണേ? സൗബിനാണ്. ചേച്ചി മനസ്സിലാക്കാൻ ചേച്ചി എന്റെ പ്രാവൻകൂർ ഷാപ്പ് ഉണ്ടോ?
എമ്പുരാനെ പോലെ തന്നെ ആഘോഷം ഹിറ്റായി. സത്യം പറഞ്ഞ ഇതിനകത്ത് 5 ഹെലികോപ്റ്റർ ഉണ്ട്, ആണ്. 150 തീപ്പന്തം. ഇത്ര ആൾക്ക് വെച്ചാൽ 10,000 രൂപ സിനിമ രാജേട്ടൻ. സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇല്ല. അയ്യോ ചിരി. മോനെ എടാ ഞാൻ ജാഫറാ ഇതെന്നോടാ ഞാൻ ഈ പടത്തിനകത്തുണ്ടാ, പക്ഷെ എന്നെ കാണാൻ പറ്റില്ല. ഇതിന്റെ പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്തത് ഞാനാ. എല്ലാ പരിപാടിയും നമ്മുടെ പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇത് അരിയുണ്ടാ ഓർമ്മ നല്ല സാധനം എടുത്തോട്ടോ, അതുകൊണ്ട് നേരെ ഇതും കൂടെ എടുത്തോ. ഒരുപാട് ഇത് കഴിഞ്ഞിട്ട് ആകെ 2 ഉള്ളത്, അതുകൊണ്ട് മാലിന്യം തിന്നാന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ജാഫർക്ക ഇതിലേക്ക് എത്തിയത്? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം, ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഇത്രയും നേരമായിട്ട് എന്നെ മനസ്സിലായില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമ്പുരാന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഇനിയും ഒരുപാട് ട്രെയിലുകൾ മലയാളത്തിൽ ഉണ്ടാവട്ടെ, നല്ലൊരു വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് മുതൽ കോമഡി മാസ്റ്റേഴ്സ് ഷോ അവതരിപ്പിക്കുന്നത് ഞാനായിരിക്കും. ഞാൻ വേണോ അതോ എലീന വേണോ? എലീന മതി. ഇനി മുതൽ ഛേദിച്ചുള്ള ഒരു ഷോയിൽ ഞാൻ വരില്ല. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. പുതിയ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മള് സ്ഥിരം ചെയ്യുന്ന സാധനങ്ങൾ വിട്ടിട്ടേ അങ്ങനെ എനിക്ക് തോന്നുന്നു മീരയുടെ സൗണ്ട് ആദ്യമായിട്ട് മീരയുടെ സൗണ്ട് മീരയേക്കാൾ കൊള്ളാം. അത് ഞാനൊരു സംഭവം ചെയ്തത്, ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടുന്ന ഒരു സാധനം. ചേച്ചിയുടെ ഒരു പ്രത്യേകത, എല്ലാവരും ഏട്ടാന്നല്ലേ വിളിക്കോളൂ. ഏറ്റവും കൂടുതൽ ഏട്ട എന്ന് വിളിച്ചിട്ടുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത്. സുരേഷ് ഏട്ടൻ, സതീഷ് ഏട്ടൻ, ബിനീഷ് ഏട്ടൻ, രാജേഷ് ഏട്ടൻ, ഒരുപാട് ഏട്ടന്മാരെ ഞാൻ വിളിച്ച് 1500 ഏട്ടൻ വില കിട്ടിയുള്ള ഏട്ടൻ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം അല്ലേ? പക്ഷെ മീര അങ്ങനെ പറയരുത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ഭയങ്കര എനിക്ക് വിഷമായി. ഞാൻ ഇരിക്കുന്ന ഒരു അയ്യോ അത് ചുമ്മാ തമാശ പറഞ്ഞ ഞാനിതിന്റെ ഒരു എൻഡിങ് കിട്ടാൻ വേണ്ടി പറഞ്ഞല്ലേ. അല്ല, അത് നന്നായി. അതാണല്ലോ ഒരു കലാകാരൻ. ചേച്ചി പറഞ്ഞൊരു ജോക്ക് ഇട്ട് നോക്കിയതാന്നൊക്കെ. അല്ല, ലെറ്റ്സ് കം ബാക്ക് ടു ദ പെർഫോമൻസ്. എങ്ങനെ? വെരി ഗുഡ്. നമ്മൾ കേൾക്കാത്ത ഒബ്വിയസ്ലി ഒരു സ്റ്റോറി ലൈൻ ആയതുകൊണ്ട് ഇറ്റ് വാസ് എ ഗുഡ് ഫീൽ. പക്ഷെ മീര വാസ് എ ബിഗ് സർപ്രൈസ്. നല്ല സർപ്രൈസ് ആയിരുന്നു മീരന്റെ. നന്നായിരുന്നു. ഉണ്ണിമൂന്തൻ ചെയ്യുമല്ലോ, ഗണേഷ് കുമാർ. ഗണേശേട്ടന്റെ ചെയ്യണോ? ഗണേശേട്ടൻ ചോദിക്കുവാണെങ്കിൽ ഞാൻ സംസാരിക്കാം. ചേട്ടാ ഒരു conversation. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആത്മയുടെ മീറ്റിംഗ് കഴിഞ്ഞല്ലേ? ആത്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് ആത്മീയ ബാധയിലേക്ക് സംസാരിക്കാനുള്ള പരിപാടി. നോബിയുടെ പരിപാടിയെല്ലാം ഞാൻ കാണാറുണ്ട്. സത്യം പറഞ്ഞ നോബി എൻ്റെ ഒരു അനിയനെ പോലെയാണ്. കാരണം 10ാമത് വന്ന നോബി എൻ്റെ അടുത്ത് വരാതെ പോകാറില്ല. നോബി KSRTC പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ KSRTC വിട്ടൊരു കളിയില്ല കേട്ടോ. എല്ലാ വണ്ടിയിലും ഞാൻ സത്യം പറഞ്ഞാൽ സിംഗപ്പൂർ പോകുമ്പോഴും KSRTC, വിദേശ യാത്രയ്ക്കൊക്കെ KSRTC ഫ്ലൈറ്റ് ഉപേക്ഷിച്ചു. ഞാൻ തന്നെ ഓടിക്കും, ഞാൻ തന്നെ പെട്രോൾ അടിക്കും. ഒരുപാട് സന്തോഷം തിരിച്ചു വന്ന് നമുക്ക് ഇവിടുന്ന് പെർഫോമൻസ് കാണാൻ സാധിച്ചതിൽ. ഇനിയും ഇവിടുന്ന് ലെവലുകൾ മാറി എന്താ ഇനി പുതിയ ആഗ്രഹം എന്നാ? ഇതുപോലെ തന്നെ മിമിക്രി ഒക്കെ ചെയ്ത് പോകണം എന്നാണോ? ഡബിംഗ് ആർട്ടിസ്റ്റിലേക്ക് സ്ക്രിപ്റ്റിന്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളെല്ലാം നോക്കി. അടുത്ത പ്രാവശ്യം എലീനാന്റെ ഇവിടെ വന്നിട്ട് മീരയും എലീനയും ഒരേ ഷോ ആങ്കർ ചെയ്യണ ആ രീതി ഞാൻ അനുകരിക്കാട്ടോ. എന്നെ ചെയ്യോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്നെ വേറെ ആള് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം. ചേച്ചി ജോയിൻ us. നമുക്ക് അങ്ങനെ ഒരു സ്നേഹസമ്മാനം ബേസിൽ നൽകാം. കൺഗ്രാറ്റുലേഷൻസ് ബേസിൽ. അപ്പൊ ശ്വേതജി ലണ്ടൻ ക്ലാസിക്കിന്റെ ഒരു ഷർട്ടാണ് ലഭിക്കുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഇനിയും കാണാം. ഓക്കെ.